ഹലോ കുട്ടിമണീസ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോകുന്ന വ്ളോഗാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടി വ്ളോഗ് എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഞാനും അല്ലൂട്ടിയും കൂടെയാണ് അമ്പലത്തിൽ ഇന്ന് പോയേക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് അവസാനം വരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയാം. അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാണ്ടടാ നോക്കിക്കേ, ഞാൻ എണ്ണയും തിരിയൊക്കെ മേടിക്കാൻ കയറിയപ്പോൾ രണ്ടുപേരും അവിടുത്തെ കീ ചെയിനൊക്കെ കണ്ടിട്ട് അത് വേണോമ്മേ, ഇത് വേണോമ്മേ, എനിക്ക് പാവക്കുട്ടി വേണോമ്മേ, എനിക്ക് കൃഷ്ണനെ വേണോമ്മേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് വന്നിട്ട് മേടിക്കാം മക്കളെ, ബാ നമുക്ക് പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തായാലും വഴക്കില്ലാതെ ഓടി വന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഓടി പോവാണേ. പോയി നമ്മുടെ മങ്കൊമ്പലം, നിങ്ങൾക്കൊക്കെ അറിയാമോയെന്നറിയത്തില്ല, മങ്കൊമ്പിലമ്മയുടെ ക്ഷേത്രമാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതാണ്. എനിക്ക് നല്ല വിശ്വാസമാണ് അമ്മേനെ. അപ്പോൾ രണ്ടുപേരും അച്ചൂട്ടിൻ്റെ ഡ്രസ്സൊക്കെ മാറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചൂട്ടിൻ്റെ ഡ്രസ്സൊക്കെ മാറി അല്ലൂട്ടി അച്ചൂട്ടിനെ ഓടി കിതച്ച് പോകുന്നുണ്ട്. അങ്ങനെ പോയി നമ്മൾ അമ്പലത്തിലെല്ലാം 3 ചുറ്റുപാലം വെച്ചെല്ലാം തൊഴുതതിന് ശേഷം പുറത്തിറങ്ങി. അപ്പോൾ ചേച്ചിമ്മയും മോനും കൂടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് തിരക്കിലായിരുന്നു. അപ്പോഴത്തേക്കും രണ്ടുപേരും തെറ്റി ഇടുന്ന കണ്ടപ്പോഴത്തേക്ക് അച്ചൂട്ടന് പറഞ്ഞ് അമ്മ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചുറ്റി തൊഴാനുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അയ്യപ്പനെയും നമ്മുടെ ഗണപതിയെയും നാഗദൈവങ്ങളെയുമാണ് കാണാനുള്ളത്. അങ്ങനെ അവിടേക്ക് പോയി അവിടെ എല്ലാം തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുന്ന വഴിക്കാണ് അമ്മയെ ചൂച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് അച്ചൂട്ടനൊരു വഴക്ക്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തെന്നോ, അച്ചൂട്ടൻ ഓടി എല്ലാം കഴിഞ്ഞപ്പോൾ അച്ചൂട്ടൻ അവിടെ നിന്ന് എടുത്തു വെച്ച് ഓടി നമ്മൾ എണ്ണയൊക്കെ മേടിക്കുന്ന കടയുണ്ടേ, ആ കടയുടെ അപ്പുറത്തോട്ട് മാറിപ്പോയിന്ന് ഷൂഷൊക്കെ വെച്ചിട്ട് ആൾ കൂളായിട്ട് തിരിച്ച് വന്നിട്ടോ. അപ്പം എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടായോ? അപ്പോൾ അവിടെയാണ് നമ്മുടെ പോയിൻ്റ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ പോയായിരുന്നു കേട്ടോ. 3-4 ദിവസത്തേക്ക് ഞാൻ ചാനലിൽ വന്നിട്ടില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നെനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്കത് തിരിച്ച് കിട്ടിയത്. അപ്പോൾ എന്താണ് കാര്യമെന്ന് അറിയണോ? കോപ്പിറൈറ്റ് ഇഷ്യൂസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടവരെല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് തരുന്നതാണ്. അപ്പോൾ അത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.